ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മൾ വേണ്ടാതെ ഉപയോഗിക്കാതെ വിസിൽ വരാതെ കുക്കറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കുക്കർ കൊണ്ട് നമുക്കൊരുപാട് ഉപയോഗങ്ങളുണ്ട്. ആരും ഇനി അപ്പോൾ വിസിൽ വരാതെ കുക്കർ എന്ന് പറഞ്ഞിട്ട് ആരും കളയരുത്. ഇപ്പോൾ ഇതൊരു അത്തച്ചക്ക പോക്കാനായിട്ട് 2 ദിവസമായി പറിച്ച് വെച്ചിട്ട് ഇതുവരെ പൂത്ത് വന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കുന്നത്, ഉപയോഗിക്കാതെ ഈ കുക്കറിലേക്ക് ഒരു പേപ്പർ വിരിച്ച് കൊടുത്തിട്ട് ഇതിന് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പണ്ടെല്ലാം എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഉപ്പ ഈ പഴം ഉണ്ടല്ലേ, പഴുക്കാത്ത വാഴക്കോലൊക്കെ ഇങ്ങനെ ചാക്കിൽ കെട്ടിയിട്ട് മറ്റേ ഊതുപത്തി കത്തിച്ചിട്ട് വെച്ചിട്ട് പൊപ്പിക്കുന്നെല്ലാം കണ്ടിട്ടുണ്ട്. അതേ ഒരു മെത്തേഡാണിതും. ഇത് കുക്കറിന്ന് മാത്രം അതിനകത്ത് ഒരു പേപ്പർ വിരിച്ച് കത്തിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് രാത്രി മൂടി വെച്ച് ഇതിപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല പൊത്ത് വന്നിട്ടുണ്ട്. അധികവും കൊലയൊക്കെ പൂപ്പിക്കുന്നത് അങ്ങനെയായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ. വലിയൊരു ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് പിന്നെ ഊതുപത്തി കത്തിച്ച് വെക്കും. രാവിലേക്ക് പൊത്ത് വരും. ആ ഒരു ടിപ്പാണിത്. അപ്പോൾ വേണ്ടാത്ത കുക്കറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഇത് മാത്രമല്ല, നമുക്ക് പഴം പിന്നെ എന്ത് വേണമെങ്കിലും പൊപ്പിച്ചിട്ട് എടുക്കാം. പെട്ടെന്ന് പൊത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നൊരു ടിപ്പ്, കുക്കറിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. നമുക്കിപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ പിന്നെ ചിക്കന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകി കിട്ടുന്നില്ല. അപ്പോൾ അതിനെന്താക്കണം, ഇതുപോലെ തിളക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടിയിലേക്കൊരു റിങ്ക് പോലത്തെ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ചിക്കൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ട് മൂടി കൊടുത്താൽ ഒരു മണിക്കൂറൊക്കെ വേണ്ട, അതിന് മുമ്പ് തന്നെ അത് ഇളകിയിട്ട് കിട്ടും. പെട്ടെന്ന് നമുക്ക് ഐസിൽ നിന്ന് പിന്നെ ചിക്കൻ പീസൊക്കെ ഇളകിയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാനിത് അരച്ച് വെക്കുന്നുണ്ട് പുളിക്കാനായിട്ട്. രാത്രി അരച്ച് വെക്കുന്നതാണ് ഇഡ്ഡലിക്ക്. അതും അങ്ങനെ ഈ വിസിൽ വരാത്ത കുക്കറിലെല്ലാം അരച്ചിട്ട് ഇതുപോലെ നല്ല ദമ്മിൽ മൂടി വെച്ചെങ്കിൽ നല്ല പോലെ പുളിച്ച് പൊന്തി വരും. അതുപോലെ ഞാൻ അരച്ച് കൊടുത്തിട്ട് മൂടി വെക്കുന്നുണ്ട്. രാവിലേക്ക് നല്ല പോലെ പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും. അപ്പോൾ ആരും ഇനി വിസിൽ വരാതെ കുക്കർ എന്ന് പറഞ്ഞിട്ട് ആരും കളയണ്ട. ഇതുപോലെ പല പല ടിപ്സുകളും അതിന് നമുക്ക് കിട്ടും. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ, ബബിൾസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതപ്പോൾ നമുക്ക് ഇഡ്ഡലിക്കൊരു കറി വേണം. അപ്പോൾ എൻ്റെ അടുത്ത് ചെമ്മീൻ ഉണ്ടായി. അപ്പോൾ ചെമ്മീൻ ചാറാക്കാന്ന് വിചാരിച്ചിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ നീരുള്ളി, തക്കാളി, പച്ചമുളക്, കറിച്ചപ്പിലെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ആഡ്സ് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തിളച്ച് വരുമ്പോൾ നമ്മുടെ ചെമ്മീൻ ചാറുമായി. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാണ്. ഇഡ്ഡലിയും ചെമ്മീൻ ചാറും പിന്നെ ചമ്മന്തിയും ഉണ്ട്, ചട്ടണിയുണ്ട്. ചട്ടണി വേണ്ടവർക്ക് ചട്ടണി, കറി വേണ്ടവർക്ക് കറി. അപ്പോൾ ഇനി ഇത് തിളച്ച് വന്നാൽ നമ്മുടെ കറിയും റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ
വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനി മുന്നിലോട്ടും വീഡിയോ കണ്ട് ആഡ്സ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.